അപ്പോൾ നമുക്ക് അമ്മയുടെ സ്പെഷ്യൽ വെളുത്തുള്ളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനാദ്യം ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലെണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് കായം 2 പീസ് കായം ഇട്ടിട്ട് അതൊന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. കണ്ടോ, കരിയാതെ സൂക്ഷിക്കണം. എന്നിട്ട് കൂടെ തന്നെ 1 സ്പൂൺ ഉലുവ കൂടി ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ ചട്ടിയിൽ പിന്നെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിക്കാം. കടുക് നന്നായി കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ചേർക്കാൻ പോകുന്നത്? നമ്മൾ വറ്റൽമുളക് കഷ്ണാക്കിയത് ചേർക്കാൻ പോകുന്നു. എന്നിട്ട് അതും നന്നായി ആയിക്കഴിഞ്ഞാൽ കറിവേപ്പില ഇടാം. ഫ്രഷ് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇടാം. നമ്മൾ എത്ര വെളുത്തുള്ളിയാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് വെളുത്തുള്ളി ഇട്ടിട്ട് വെളുത്തുള്ളി നന്നായി കളറ് മാറണം. കളറ് മാറുന്നവരെ നല്ല ക്ഷമയോടെ ഇരുന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ അവസാനം ചേർത്താലും മതി. ഞങ്ങളിപ്പോൾ ചേർത്തന്നേ ഉള്ളൂ. കണ്ടോ, ഈ പരുവാകുമ്പോൾ നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടിയൊക്കെ ആവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഞങ്ങൾ നല്ല എരിവിലാട്ടോ അച്ചാർ ഉണ്ടാക്കാറ്. നല്ല എരിവായിരിക്കും. അപ്പോൾ ഇത്രയും മുളക് പൊടി ചേർത്തു. എന്നിട്ട് കരിയാതെ നല്ലോണം ഇളക്കി കൊടുക്കാം. കണ്ടോ, എന്നിട്ട് വിനാഗിരി ഒഴിക്കാം. ഇറക്കി വെച്ചു കേട്ടോ. അടുപ്പിൽ നിന്ന് ഇറക്കിയ ശേഷം വിനാഗിരിയും പഞ്ചസാരയും ചേർക്കുക. ഓക്കെ, കുറച്ച് വെള്ളം വേണമെങ്കിൽ തിളപ്പിച്ചൊഴിക്കാം. അപ്പോൾ അമ്മയുടെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി. അവസാനം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കായ ഉലുവില്ലേ, വറുത്ത് വെച്ചിട്ടുള്ള അതും കൂടി പൊടിച്ച് മേളിലൂടെ ഇട്ട് കഴിഞ്ഞാൽ അമ്മയുടെ സ്പെഷ്യൽ വെളുത്തുള്ളി അച്ചാർ റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.